ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ ഒരു ലിറ്റിൽ ഔട്ടിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഒന്ന് ചെറുതായിട്ട് പുറത്തു പോകാനാണ് മെയിനായിട്ട് നമ്മൾ ഇന്ന് പോകുന്നത്. നമ്മുടെ ചെമ്മാടുള്ള ഹൈലൈറ്റ് മാളിലോട്ടാണ് ഇപ്പോൾ എടുത്ത് ഉദ്ഘാടനം കഴിഞ്ഞതെന്ന് വെച്ചാൽ മിന്നാവറ്റാണ് തോന്നുന്നത് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. അപ്പം അവിടേക്കാണ് നമ്മളിന്ന് മെയിനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പം ഒരു ചെറിയൊരു ഔട്ടിംഗ് വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതൊരു ഔട്ടിംഗ് വ്ളോഗും അതുപോലെ ഒരു ഫുഡ് വ്ളോഗ് ആയോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം ഈ ഒരു വീഡിയോയിൽ ഞാൻ കൂടുതൽ നമ്മൾ ഫുഡിൻ്റെ വീഡിയോ ആണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ നമ്മളൊരു ഒരു ടൈമൊക്കെ ഒരു 12 മണി 1 മണിയൊക്കെ ആയപ്പോഴായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം നേരെ ഉച്ചക്കുള്ള ഫുഡ് കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചു. അങ്ങനെ നേരെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നേരെ മന്തി ഓർഡർ ചെയ്തു. അങ്ങനെ അവർ പ്ലേറ്റ് ഗ്ലാസ്സൊക്കെ കൊണ്ടുവന്നു. പിന്നെ അവിടെ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്താണെന്ന് ഞാൻ വെള്ളം തുറന്നു നോക്കിയപ്പോൾ ഈ ഒരു ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടുള്ള എന്തോ ഒരു ഇത്. അപ്പോൾ ഞാൻ വേഗം അവിടെ തന്നെ പൂട്ടി വെച്ചിട്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തോ സ്പൈസി എന്തോ സംഭവമാണ്. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം മന്തി എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാലഡൊക്കെ ഒരുവിധം നമ്മൾ കഴിച്ച് തീർത്തിട്ടുണ്ട് മന്തി വരുന്നതിൻ്റെ മുമ്പ് തന്നെ കേട്ടോ. അപ്പം അങ്ങനെ മന്തി വന്ന് ഞാൻ നേരെ പ്ലേറ്റിലോട്ട് മന്തി മൽഫാമും നമുക്കറിയാമല്ലോ. പിന്നെ നമ്മുടെ മയോണൈസ് ഇല്ലാതെ എന്ത് മന്തിയില്ലേ. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ടൊന്ന് എനർജി ആയിട്ട് നമ്മുടെ ഹൈലൈറ്റ് മാളിലോട്ട് പോകാൻ വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞാൻ മന്തിയൊക്കെ കഴിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ആ ഒരു ചില്ലിയുടെ അതുണ്ടാവില്ലേ, അത് ഞാൻ കൂട്ടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അത് ഹണിയാണ് കേട്ടോ. എന്നുവെച്ചാൽ നല്ല മധുരമുള്ള എന്തോ ഒരു സംഭവമാണ്. അത് കൂട്ടിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് നല്ല വയറ് നിറച്ച് മന്തിയൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ എന്താ പറയുക, അതന്നെ നമ്മുടെ ചെമ്മാടുള്ള ഹൈലൈറ്റ് മാളിലോട്ടാണ്. പോകുന്ന വഴിക്കാണെങ്കിൽ നമ്മൾ നേരെ ഒരു അവിൽ മിൽക്കിൻ്റെ കട കണ്ടു. നമ്മുടെ ബനാവിൽ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര് തോന്നണം. അപ്പോൾ അവിടെ നമ്മൾ അവിൽ മിൽക്കും കൂടി കുടിച്ച് വിചാരിച്ചു. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വീഡിയോ ഒരു തീറ്റ വ്ളോഗ് ആയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം ഇതിൽ മൊത്തം ഫുഡിൻ്റെ തന്നെയാണ് കാണിക്കുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് ഈ ഒരു അവിൽ മിൽക്കിൻ്റെ കട കണ്ടു. അപ്പോൾ അങ്ങനെ കയറി നമ്മൾ അപ്പോൾ അവിൽ മിൽക്കിൻ്റെ കടയിൽ ഓർഡർ ചെയ്യുക, അതന്നെ ഓർഡർ ചെയ്തു നമ്മൾ അവിൽ മിൽക്ക് തന്നെ. അപ്പം ഇത് ശാലുവിനുള്ളതാണ് കേട്ടോ നമ്മുടെ എന്തോ അവിൽ മിൽക്ക്. ഇതാണ് എനിക്കുള്ള അവിൽ മിൽക്ക്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഐസ്ക്രീമും നട്ട്സും അങ്ങനെ ഓരോരോ സംഭവമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ മഴയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു വെയിലുണ്ടാവില്ലോ, എൻ്റെ അമ്മ ഒടുക്കത്തെ വെയിലാണ് കേട്ടോ, നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു അവിൽ മിൽക്കിൻ്റെ ഷോപ്പ് കണ്ടപ്പം അവിടെ നിർത്തിയത് കേട്ടോ. സംഭവം എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു ആശ്വാസമായി. പിന്നെ നേരെ നമ്മുടെ ഹൈലൈറ്റ് മാളിലോട്ട് പോകാൻ വിചാരിച്ച്. എത്ര നേരമായി ഇപ്പോൾ ഞാൻ പറയുന്നത് ഹൈലൈറ്റ് മാളിലോട്ട് പോകാമെന്ന്, എത്രയായിട്ട് അങ്ങോട്ട് എത്തുന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ എത്തിയപ്പോഴോ ഗായ്സ് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. എനിക്ക് ആദ്യം അറിയാമായിരുന്നു നല്ല തിരക്കുണ്ടാവുമെന്ന്. പിന്നെ എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടതൊരു സംഭവം ഇതാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ഒരു ചെമ്മാട് എന്ന് എഴുതിയാണ്ട് ഈ ഒരു വാട്ടർഫാൾസിലൊക്കെ ലൈറ്റും പിന്നെ എടുത്ത് തന്നെ കുറേ പ്ലാൻസൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിരുന്നു. ഈ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ബെസ്റ്റ് സ്പേസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നേരെ നമ്മുടെ ഹൈലൈറ്റിൻ്റെ ഉള്ളിലോട്ട് കയറി വിചാരിച്ചു. അവിടുത്തെ കാഴ്ചകളും കാണണ്ടേ. അപ്പം അങ്ങനെ അവിടേക്ക് കയറി നല്ല തിരക്കുണ്ടായിരുന്നു. സംഭവം ഒന്നും കാണാനോ ഒന്നും കഴിഞ്ഞില്ല കേട്ടോ. കയറിയപ്പോൾ തന്നെ കണ്ടത് നമ്മുടെ പെർപ്പിളിൻ്റെ ഷോപ്പാണ്. നേരെ ഞാൻ അവിടേക്ക് കയറി. ഒന്നും വാങ്ങിയില്ലെങ്കിലും അതൊക്കെ കാണുമ്പോൾ ഒരു രസമല്ലേ. അങ്ങനെ കയറി അവിടേക്ക് കുറേ നേരം കറങ്ങി. ഞാനിപ്പം കാണിക്കുന്നത് എനിക്ക് കിട്ടിയ കുറച്ച് ക്ലിപ്സാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. എന്താ ഇപ്പോൾ ഇതിൽ ഈ ക്ലിപ്സിൽ വോയിസ് ഓവർ കൊടുക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ വിചാരിച്ച് ഒരു ലൈറ്റ് മ്യൂസിക് വെക്കാന്ന്. അപ്പോഴാണ് നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ എത്തിയപ്പോഴാണ് കണ്ടത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ ഈ ഒരു സംഭവം ഉണ്ട്. നമ്മുടെ എന്താ പറയുക, ഈ ഒരു ഫിഫ വേൾഡ് കപ്പിൻ്റെ ഒരു കപ്പ് അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ, വലിയത്. അത് നമ്മൾ കാണാൻ വിട്ടുപോയി. ഇനി എന്തായാലും ഫസ്റ്റ് ഫ്ലോറിൽ എത്തുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ നേരെ നമ്മൾ കയറിയത് നമ്മുടെ ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പിലാണ്. സംഭവം അവിടെ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ കണ്ടപ്പോൾ ഗൈസ് എനിക്ക് പറ്റിയ കുറേ ഡ്രസ്സൊക്കെ ഉണ്ട്, നമ്മൾ 299 399 ഒക്കെ. അപ്പം ഇനി ഒരു ദിവസം ഈ ഷോപ്പിങ്ങിനായിട്ട് ഇങ്ങോട്ട് വരാൻ വിചാരിച്ചു. അപ്പം എല്ലാം വാങ്ങാൻ വിചാരിച്ചു. കാരണം സംഭവം ഇപ്പം നിങ്ങൾ കാണുന്നത് നമ്മുടെ കീ ചെയിൻസിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ. സംഭവം നല്ല അടിപൊളി, ഭയങ്കര ക്യൂട്ടാണ്. പക്ഷേ ഒടുക്കത്തെ വിലയാണ് ഗൈസ്. 299 കേട്ടോ ഈ ഒരു കീ ചെയിൻ വരുന്നത്. പിന്നെ ഷാൽ ഇവിടെ ഒരു ക്യാമറ കീ ചെയിനൊക്കെ വെച്ച് ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഈ 3rd ഫ്ലോറിലോട്ട് പോയിട്ട് നമ്മുടെ ഫുഡ് കോർട്ട് ഉണ്ടാവില്ല, അവിടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ തന്നെയാണ് ഈ ഗെയിമിങ്ങിൻ്റെ അവിടെ ഉള്ളത്. പിന്നെ ഉള്ളിലോട്ട് അങ്ങനെ അത്ര കയറിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര തിരക്കാണെന്ന്. ഇപ്പം ന്യൂ ആയിട്ട് ഓപ്പൺ ആയതുകൊണ്ടാണ് ഇത്ര തിരക്ക്. ഇനി ഒരു 2-3
2-3 മാസം കഴിയുമ്പോൾ തിരക്കൊക്കെ കുറഞ്ഞോളൂ. ഇപ്പോൾ ഫസ്റ്റ് ഒരു 1 വീക്കല്ലേ, അപ്പോൾ നല്ല തിരക്കുണ്ടാവും. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വിചാരിച്ച് എന്താ ഇപ്പോൾ വാങ്ങാൻ വിചാരിച്ചുമ്പോൾ നമ്മൾ ലൈറ്റായിട്ട് എന്തെങ്കിലും വാങ്ങാൻ വിചാരിച്ച് നമ്മുടെ വാവ് മോമോന്ന് നമ്മുടെ മോമോസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംഭവം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ 8 പീസസ് വരുന്ന ഒരു സെറ്റായിരുന്നു നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അങ്ങനെ അത് കഴിച്ചു. നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു ചട്നി ഇല്ലേ, അതാണെങ്കിൽ ഒടുക്കത്തെ സ്പൈസി ആയിരുന്നു. പക്ഷേ അത് കൂട്ടി കഴിക്കുമ്പോഴാണ് ഇത് ഭയങ്കര ടേസ്റ്റ് ഉള്ളത്. അങ്ങനെ അതൊക്കെ കൂട്ടി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ പണ്ടേ ഈ മോമോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ മോമോസൊക്കെ കഴിച്ച് കൂടെ തന്നെ ഒരു ചായയും കൂടി കുടിച്ചിട്ട് നമ്മൾ നേരെ പോവാണ്. എങ്ങോട്ട്? നമ്മുടെ വീട്ടിലോട്ട് തന്നെ. അപ്പം പോകുന്ന വഴിക്ക് നമ്മുടെ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. കാരണം നമ്മൾ ഇവിടുന്ന് നമ്മുടെ ഡിന്നർ, നമ്മുടെ രാത്രിയിലെ ഫുഡ് കഴിച്ചിട്ടില്ല. കാരണം നമ്മൾ ഓൾറെഡി ഒരു ഷോപ്പ് കണ്ടു വെച്ചിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പോയിട്ട് കഴിക്കാൻ വിചാരിച്ചു. പിന്നെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെത്തി നമ്മുടെ കപ്പ് ഞങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ വേൾഡ് കപ്പ് ഇതാണ് സംഭവം, വലിയതാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഏതാ ടീമെന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ അർജൻറ്റീനയാണോ, മെസ്സി ആണോ, റൊണാൾഡോ ആണോ, ഏതാ ടീമെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം പിന്നെ നമ്മൾ അവിടെ മൊത്തം എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് ഏത് മള്ളത്തിൽ ഞാൻ ഫസ്റ്റ് ഒരു എസ്കലേറ്റർ കയറും, അങ്ങനെ തന്നെ പറയാൻ തോന്നുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ കയറി ഇറങ്ങി കളിച്ചു. പിന്നെ നേരെ നമ്മൾ പുറത്ത് പോയപ്പം നല്ല ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. രാത്രിയാണല്ലേ കാണാൻ നല്ല ഭംഗി. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ കണ്ടത് ഈ ഒരു ചിക്കൻ പൊള്ളിച്ചതും നെയ്ച്ചോറും വരുന്ന അൺലിമിറ്റഡ് നെയ്ച്ചോറും വരുന്ന ഒരു കടയായിരുന്നു. നമ്മൾ പാർസൽ വാങ്ങിക്കായിരുന്നു. നമ്മുടെ പാർസൽ നമ്മൾ വീട്ടിൽ പോയിട്ട് കഴിക്കാൻ വിചാരിച്ചു. അതിൻ്റെ സുഖം വേറെ തന്നെയാണല്ലോ. അങ്ങനെ വീട്ടിലെത്തി നമ്മുടെ സോഫയിലൊക്കെ ഇരുന്ന് TV ഒക്കെ കണ്ട് നല്ല അടിപൊളി നെയ്ച്ചോറും നമ്മുടെ ചിക്കൻ പൊള്ളിച്ചതൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഒരു കുഞ്ഞ് ലിറ്റിൽ ഔട്ടിങ്, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ചെറിയൊരു ഔട്ടിങ് വീഡിയോ ആണ്. അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.